ഗൈസ്, അപ്പോൾ നമ്മൾ ഗോവയിൽ വന്നതിൻ്റെ ഡേ 2 ആണ്. അപ്പോൾ നമ്മൾ കാലത്ത് തന്നെ ഫുഡ് കഴിക്കാനാണ് വന്നത്. അതായത് പാക്കേജിലെ മോർണിംഗ് ഫുഡ് കഴിക്കാനാണ് വന്നത്. നമ്മൾ ഗോവയിൽ എന്ന് പറഞ്ഞ പ്ലേസിലാണ് വന്നത്. ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ എല്ലാവരും കൂടി കുറച്ച് ഫോട്ടോസൊക്കെ എടുക്കാനുണ്ട് ഗ്രൂപ്പായിട്ട്. അങ്ങനെ അതൊക്കെ കഴിഞ്ഞാൽ നമ്മൾ നേരെ പോണത് ഒരു ഫോർട്ടിലാണ്. കാരണം ഞങ്ങൾക്ക് ഫോർട്ടിൽ കയറാൻ പറ്റിയില്ല, കാരണം മുടിഞ്ഞ വെയിലായിരുന്നു. 12 മണി എന്തോ സമയമായിരുന്നു കേട്ടോ ഞങ്ങൾ ഇറങ്ങി അവിടെ എത്തുമ്പോഴുള്ള സമയം എന്ന് പറയുന്നത്. പാറും നല്ല വാശിയായിരുന്നു, പിന്നെ എനിക്കും പോകാൻ താല്പര്യം ഉണ്ടായിരുന്നില്ല. കാരണം അങ്ങോട്ട് നോക്കുമ്പോൾ തന്നെ അറിയാം പൊട്ടണ വെയിലാണ്, നമുക്ക് നടന്ന് എന്തായാലും പോകാൻ പറ്റില്ല. അങ്ങനെ പാറൂസിനെയും കൊണ്ട് ഞാൻ വഴിയൊരു മരത്തിൻ്റെ ചോട്ടിലിരുന്നു, അവൾ ഉറങ്ങി. അങ്ങനെ അവരൊക്കെ അതൊക്കെ കണ്ടു കഴിഞ്ഞ് വന്നു. നമ്മൾ നേരെ പിന്നെ കഴിക്കാൻ പോയത് ഫുഡ് കഴിക്കാനായിട്ട് പോയത്. ഫുഡ് കഴിക്കാൻ വേണ്ടി വന്നു. നമുക്ക് പാക്കേജിൽ ഉച്ചക്കത്തെ ഫുഡ് ഉണ്ടായിരുന്നില്ല, കാരണം നമ്മൾ ഓരോ സ്ഥലങ്ങൾ കാണാൻ പോകുമ്പോൾ നമുക്ക് ഈ പ്ലേസിൽ വന്ന് ഫുഡ് കഴിക്കാനായിട്ട് പറ്റില്ലല്ലോ. അപ്പോൾ നമ്മൾ പുറത്തുനിന്നാണ് കഴിച്ചത്. ഫുഡിൻ്റെയൊക്കെ വില നല്ല ഇരട്ടി വിലയാണ്, കാരണം നമുക്കിവിടെ കുപ്പിക്ക് മാത്രമേ വിലക്കുറവുള്ളൂ, ബാക്കി എല്ലാത്തിനും ഇരട്ടി വില എന്ന് വെച്ചാൽ ഇരട്ടി വിലയാണ്. മെനു കാർഡ് നോക്കിയിട്ട് എല്ലാവരുടെയും ബോധം പോയിട്ടുണ്ട്. അപ്പോൾ ഞാനൊരു ചിക്കൻ ബിരിയാണി ഉണ്ട് പറഞ്ഞത്. ചിക്കൻ ബിരിയാണിക്ക് തന്നെ 250 രൂപ, വിഷ്ണുവിനൊരു ചോറും മീൻ കറികളുള്ള താരി, അങ്ങനെ എന്തോ സംഭവങ്ങളാണ് പറഞ്ഞത്. പക്ഷേ ശരിക്കും പറഞ്ഞാൽ ക്വാളിറ്റി ഇല്ല, ക്വാണ്ടിറ്റി ഇല്ലാത്ത അവസ്ഥയാണ്. ചിക്കൻ ബിരിയാണിയൊക്കെ എന്ന് പറഞ്ഞാൽ നമ്മുടെ അവിടുത്തെ ഹാഫ് ബിരിയാണിയുടെ അത്രയും കൂടി ഉണ്ടാവില്ല കേട്ടോ. ഭയങ്കര കുറവെന്ന് വെച്ചാൽ ഭയങ്കര കുറവാണ്. അതേപോലെ തന്നെ വിഷ്ണുവായിട്ടൊരു ചോറ്, ഒരു കയ്യിലിൻ്റെ അത്രയും ചോറ് പോലും ഇല്ല. അതിൻ്റെ ഒപ്പം ഒരു ചപ്പാത്തി ആയിരുന്നെങ്കിൽ ആവട്ടെ, നമ്മൾ അഡ്ജസ്റ്റ് ചെയ്തു, അതൊക്കെ കഴിച്ചു അവിടെ നിന്ന് ഇറങ്ങിയായിരുന്നു ഇട്ടത്. ഇതാണ് അപ്പോൾ നമ്മുടെ ചിക്കൻ ബിരിയാണി എന്ന് പറയുന്നത്. ടേസ്റ്റ് ഒന്നും ഇല്ല, എന്നാലും കുഴപ്പമില്ല. വിഷ്ണുവേട്ടന് ചോറും ചപ്പാത്തി. അപ്പോൾ പാറൂസിന്ന് ഞാൻ അതിൽ നിന്ന് കുറച്ച് ബിരിയാണിയൊക്കെ എടുത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മൾ നെക്സ്റ്റ് നമ്മൾ ഷോർട്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മൾ റൂം വെക്കേറ്റ് കാര്യം. അപ്പോൾ നമുക്ക് ഈ റൂമിലാണ് ഇന്ന് സ്റ്റേ ഉള്ളത്, പ്രീമിയം റൂം. അപ്പോൾ അവിടെ ചെക്കിൻ്റെ കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയുണ്ട്. അപ്പോൾ നമ്മൾ അവിടെ നിന്ന് ഗ്രാമഫോണിൻ്റെ മറ്റേ പണ്ടത്തെ സെൽഫോണിൻ്റെയും ഫോട്ടോസൊക്കെ കണ്ടപ്പോൾ അവിടെ നിന്ന് കുറച്ച് ഫോട്ടോസ് അതിനൊപ്പം നിന്ന് എടുത്തു. അങ്ങനെ നമുക്ക് റൂമൊക്കെ കിട്ടി. നമ്മളപ്പോൾ റൂമിലോട്ട് പോകട്ടെ. അപ്പോൾ റൂമിൽ ചെന്ന് കുറച്ച് നേരം ഒരു 5-10 മിനിറ്റ് പാറൂസിന് കുറച്ച് പാലൊക്കെ കൊടുത്തു. എന്നിട്ട് കൃഷ്ണേട്ടൻ അവിടെ ടീ ഉണ്ടാക്കണേട്ട റൂമിൽ. നമുക്ക് ഇങ്ങനത്തെ സൗകര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അടിയിൽ ഫ്രിഡ്ജ് ഉണ്ട്, അതിൻ്റെ ഉള്ളിൽ മിഠായൊക്കെ ഉണ്ട്. പക്ഷേ എന്നോട് കൃഷ്ണേട്ടൻ തോടരുതെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ പിന്നെ തോടണില്ല, കാരണം അതിൻ്റെ എക്സ്ട്രാ പേയ്മെൻറ്റ് കൊടുക്കണം. അങ്ങനെ നമ്മൾ നേരെ വന്നത് ബാഗ ബീച്ചിലോട്ടാണ്. കാരണം നമ്മൾ ഇന്നലെ രാത്രി വന്നിട്ട് നമുക്ക് ആസ്വദിക്കാൻ പറ്റണ്ടായിരുന്നില്ല, നടന്ന് അവശതയായി വന്നുകൊണ്ട്. അങ്ങനെ നമ്മൾ ബാഗ ബീച്ചിലോട്ടാണ് വന്നത്. പിന്നെ നമ്മൾ ഇന്ന് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ പാക്കേജിൽ 6 മണിക്ക് ശേഷം നമുക്ക് എന്താ പറയുക സ്ഥലങ്ങൾ കാണാൻ പോകാൻ പറ്റാത്തൊരിതാണ് കേട്ടോ. ശരിക്കും നമ്മളൊരു പറ്റിക്കണേയിരുന്നു എന്നാണ് തോന്നുന്നത്. നമ്മുടെ ആ ഒരു പാക്കേജ് നഷ്ടം എന്ന് പറഞ്ഞാൽ നഷ്ടമാണ്. നമ്മളൊരു ട്രിപ്പ് വന്നിട്ട് 6 മണിക്ക് ശേഷം നമ്മൾ നമ്മുടെ റൂമിൽ എത്തണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പിന്നെ എന്തിനാ ട്രിപ്പ് വന്ന്, എസ്പെഷ്യലി ബീച്ചൊക്കെ കാണാൻ വന്നെങ്കിൽ അതൊരു നൈറ്റ് മോഡ്. ഇവിടെയൊക്കെ നൈറ്റിൽ ലൈറ്റൊക്കെ ഇട്ട് സെറ്റ് ചെയ്ത് DJ ഒക്കെ ഉണ്ടാവുന്നത്. നമ്മൾ എന്ത് ചെയ്ത് വന്നിട്ട് ഇന്ന് എക്സ്ട്രാ കാശ് ഡ്രൈവർക്ക് കൊടുത്തിട്ടാണ് നമ്മൾ ഇന്ന് 10 മണി വരെ സ്പെൻഡ് ചെയ്യാൻ പോണത്. 10 മണി വരെ ബാഗ ബീച്ച് മാത്രമല്ല കേട്ടോ, വേറെ ഏതെങ്കിലും ബീച്ചിലും കൂടി കാണാമെന്ന് വിചാരിച്ചിട്ടാണ്. പാറൂസ് ഇത് അവിടെ നല്ല കളിയാണ്. അപ്പോൾ ഞാൻ പാറൂസിനെ നോക്കാൻ നേരത്ത് ബാക്കി എല്ലാവരും വെള്ളത്തിലൊക്കെ കളിക്കാൻ പോയി. എന്നിട്ട് ഒരു 6-6:30 വരെ നമ്മൾ അവിടെ തന്നെ സ്പെൻഡ് ചെയ്തു. ഞാൻ അവളെ കൊണ്ട് നടക്കണുണ്ട്. അപ്പോൾ നമ്മൾ സൈഡിലൊരു ബെഡ് നമ്മൾ 1 മണിക്കൂർ 100 രൂപ എന്തോ ആയിരുന്നിട്ട്. അപ്പോൾ നമ്മൾ സെറ്റായി വാങ്ങിച്ചിട്ടുണ്ട്. അപ്പോൾ എല്ലാ സാധനങ്ങളൊക്കെ അവിടെ വെച്ചിട്ട് അപ്പോൾ അവൾക്ക് വെള്ളത്തിൽ വന്ന് നിന്നിട്ട് എന്താ പറയുക, അവൾക്ക് പേടിയാവണ ഉണ്ടായിരുന്നു കേട്ടോ ഈ വെള്ളത്തിൽ ചവിട്ടാനായിട്ട്. എന്നിട്ട് ഇത് എൻ്റെ എടുക്കാൻ വേണ്ടി വന്നപ്പോൾ ഞാൻ എടുത്തിട്ട് അവളെ കൊണ്ട് വെള്ളത്തിലോട്ട് പോയിട്ട്. അപ്പോൾ ആൾക്ക് നല്ല പേടിയായിട്ടുണ്ട്. തിരമാല വന്നാൽ കാണുമ്പോൾ ആൾക്ക് ഭയങ്കര പേടിയുണ്ട് കേട്ടോ. ഞാൻ അവളെയും കൊണ്ട് എടുത്തിരിക്കുകയാണ്. പിന്നെ ഞാൻ ഒറ്റയ്ക്ക് നിന്ന് കുറച്ച് ഫോട്ടോസും വീഡിയോസൊക്കെ എടുക്കാമെന്ന് വെച്ചു. പക്ഷേ എന്താ പറയുക, റിയാലിറ്റിയും എക്സ്പെക്റ്റേഷനും ഭയങ്കര രസമായിരുന്നു. കാരണം നല്ല ക്രൗഡെന്ന് വെച്ചാൽ നല്ല ക്രൗഡാണ്. നമുക്കൊരു ബാക്ക്ഗ്രൗണ്ട് പൊളിയായിട്ട് കിട്ടണുണ്ടായിരുന്നില്ല. എവിടെ നോക്കിയാലും തലയും വാരും മാത്രമേ ഉള്ളൂ. ഒരാൾ അങ്ങോട്ട് പോകണം, ഒരാൾ ഇങ്ങോട്ട് പോകണം. അപ്പോൾ പാറൂസ് നന്ദുവിൻ്റെ ഇരുന്ന് നല്ല കളിയുണ്ട്. അവൾക്ക് നന്ദുവിന് ഭയങ്കര ഇഷ്ടമായിട്ടുണ്ട്. അപ്പോൾ അവൻ്റെ ഇരുന്ന് നല്ല കളിയും ചിരിയൊക്കെയാണ്. അപ്പോൾ നല്ല തിരക്കെന്ന് വെച്ചാൽ നല്ല തിരക്കാണ്. സീസൺ ആയതുകൊണ്ടായിരിക്കാം, ക്രിസ്മസിൻ്റെ ഒക്കെ സീസൺ നല്ല. ഇപ്പോൾ അത് ലൈറ്റൊക്കെ സെറ്റായിട്ട് ലൈറ്റൊക്കെ ഇട്ട് തുടങ്ങിയിട്ടുണ്ട്. ശരിക്കും പറഞ്ഞാൽ ഗോവയുടെ ഒരു ഭംഗി, ബീച്ചിൻ്റെ ഭംഗി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ ഒരു ലൈറ്റ് അറേഞ്ച്മെൻറ്റ്സും രാത്രിയുള്ള DJ ഒക്കെയാണ്. നമ്മൾ അവിടെ നിന്ന് വിശന്നപ്പോൾ കുറച്ച് ലൈറ്റായിട്ട് എന്തെങ്കിലും കഴിക്കാൻ വേണ്ടി വന്നാക്കിയാണ്. പിന്നെ നമ്മൾ ബാഗ ബീച്ചിൽ നിന്ന് ഇറങ്ങിയായിരുന്നു കേട്ടോ. ബാഗ ബീച്ചിൽ നിന്ന് ഇറങ്ങിയിട്ട് കലങ്കൂട്ട് ബീച്ച് അങ്ങനെ എന്തോ ഒരു ബീച്ചിലോട്ട് നമ്മൾ പോകാമെന്ന് പറഞ്ഞു. പക്ഷേ ഭയങ്കര ബ്ലോക്ക് ആയതുകൊണ്ട് ഡ്രൈവർ നമ്മളെ കൊണ്ടുപോയില്ല കേട്ടോ. അപ്പോൾ നമ്മുടെ കൂടെ ഉള്ളവർ നടന്ന് പോകാമെന്ന് പറഞ്ഞു. അവർ നടന്നു കേട്ടോ. പക്ഷേ ഞാൻ വിഷ്ണുവേട്ടനും പോയില്ല, കാരണം ഇന്നലെ 3 കിലോമീറ്റർ നടന്നതിൻ്റെ ക്ഷീണം എനിക്ക് ഇപ്പോഴും ഉണ്ട്. അവൾ ആരെയും പോലും ഞാൻ തന്നെ എടുത്ത് നടക്കണം. ഞങ്ങളങ്ങനെ വണ്ടി തന്നെ നിന്ന് സ്പെൻഡ് ചെയ്തു. പിന്നെ ആ സൈഡിൽ കണ്ടാൽ ഗോവയുടെ വരെ പോയി ഫോട്ടോസൊക്കെ എടുത്തായിരുന്നു കേട്ടോ. അങ്ങനെ അവരൊക്കെ വന്നു. നമ്മൾ പിന്നെ നേരെ റൂമിലെത്തി വീണ്ടും നമ്മൾ മേക്കപ്പ് സാധനങ്ങൾ പാറൂസിൻ്റെ കൊടുത്താക്കുന്നത് കൊണ്ട് അവൾ അവിടെ ഇരിപ്പുണ്ട്. അപ്പോൾ ഇത്രേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ടാറ്റാ.